പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉദ്ധികാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈശോയെ, അങ്ങയുടെ പരമമായ സാന്നിധ്യം ഏറ്റുപറയുന്നു. ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. സ്നേഹനാഥനായ ഈശോയെ, പരീക്ഷയ്ക്കൊരുങ്ങുന്ന ഈ സമയത്ത്, പ്രത്യേകിച്ച് ഇന്ന് മുതൽ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ ആരംഭിക്കുന്നു. എല്ലാ കുട്ടികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, പരീക്ഷയ്ക്കൊരുങ്ങുന്ന കുട്ടികളെ എല്ലാവരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ഉള്ളിലെ പേടിയും ഉത്കണ്ഠയും അങ്ങേക്ക് അറിയാമല്ലോ. അവരുടെ ബുദ്ധിയെയും ഓർമ്മശുദ്ധിയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകൻ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളെയും സമർപ്പിച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ അഭിഷേകം ആ മക്കൾക്ക് നിറയാൻ വേണ്ടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിൻ്റെ അഭിഷേകം മക്കളിൽ നിറയട്ടെ. വലിയ സ്നേഹത്തിൽ, വലിയ നന്മയിൽ ആ മക്കൾ വളരുന്നതിന് കാരണമായി തീരട്ടെ എന്ന് നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. ഈശോയുടെ വലിയ സ്നേഹം ആ മക്കൾക്കുണ്ട്. പരിശുദ്ധാത്മാവ് സഹായകനായവൻ അവരുടെ ഒപ്പമുണ്ട്. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു, മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു. അവർ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് മനോഹരമായി എഴുതുവാനായിട്ട് സാധിക്കുന്നു. 3 കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുക. പരിശുദ്ധാത്മാവ് സഹായിക്കും. നീ പഠിച്ച കാര്യങ്ങൾ പരീക്ഷാ ഹാളിൽ കൃത്യസമയത്ത് ഓർത്തെടുക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. നീ ഒറ്റയ്ക്കല്ല പഠിക്കുന്നത്, നിൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന് ഓർത്തിരിക്കുക. പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ആ സഹായകൻ പഠിച്ച കാര്യങ്ങളെല്ലാം നിന്നെ ഓർമ്മിപ്പിക്കും. അതുപോലെ തന്നെയാണ് അനാവശ്യമായ ഭയമാണ് പരീക്ഷകൾ, തെറ്റുകൾ വരുത്തുന്നത്. ദൈവം പറയുന്നു, ഈശോ പറയുകയാണ്, അസ്വസ്ഥമാകേണ്ട എന്ന ഈശോയുടെ വാക്ക് വിശ്വസിക്കാനായിട്ടാണ് പറയുക. അത് ഏകാഗ്രത നൽകുന്നതാണ്. ദൈവം തരുന്ന സമാധാനം നിനക്ക് നല്ല ഏകാഗ്രത നൽകും. അതുകൊണ്ട് അസ്വസ്ഥമാകേണ്ട, ശാന്തമായിരിക്കുക എന്നുള്ളത്. വളരെ ശാന്തമായി തമ്പുരാനെ നന്ദി പറഞ്ഞ് യാത്രയാവാം പരീക്ഷാ ഹാളിലേക്ക്. വിജയം അവിടുത്തെ ദാനമാണ്. 10ാം ക്ലാസ് നിൻ്റെ ജീവിതത്തിലൊരു സുപ്രധാന ഘട്ടകമാണ്. നിൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. വിജയം നൽകുന്നവൻ തമ്പുരാനാണ്.
പ്രിയ മക്കളെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാണപ്പെട്ട ദൈവങ്ങളാവുന്ന മാതാപിതാക്കന്മാരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് നമുക്ക് പരീക്ഷാ ഹാളിലേക്ക് പോകുവാനായിട്ട്, സ്കൂളിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം മാതാപിതാക്കളിലൂടെ മക്കളിലേക്ക് ചുരിയട്ടെ. പ്രിയ മാതാപിതാക്കന്മാരെ, അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് വിടുക. അവർക്ക് ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുവാനും നല്ല രീതിയിൽ ശാന്തതയോടെ സ്വസ്ഥതയോടെ ഭയമില്ലാതെ പരീക്ഷ എഴുതുവാൻ അവർക്ക് സാധിക്കട്ടെ. പഠിച്ചവ മനോഹരമായി എഴുതിയാൽ തന്നെ നല്ല മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഭയം കാരണം പലതും മറന്നുപോകുന്ന കുട്ടികളെയാണ് നമ്മൾ കാണുക. എൻ്റെ ഈശോയെ, നമുക്ക് പ്രത്യേകമായിട്ട് ദീപികാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, പരീക്ഷാ പേപ്പറുകൾ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് വ്യക്തത നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഉത്തരം എഴുതുമ്പോൾ തെറ്റുകൾ വരാതെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ എന്തിനും ഭയപ്പെടണം. ഞാൻ വിജയിക്കും, കാരണം അങ്ങ് എൻ്റെ ദൈവമാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു. നല്ലവനായ ഈശോയെ, കർത്താവെ, പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. പഠിച്ച കാര്യങ്ങൾ മറന്നുപോകാതെ ഓർമ്മയെ സൂക്ഷിക്കാൻ അവർക്ക് കൃപ നൽകണമേ. പരീക്ഷകളിലും ഭയമില്ലാതെ സന്തോഷത്തോടെ ശാന്തമായിരിക്കാൻ അവരെ സഹായിക്കണമേ. 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിക്കൊണ്ട് അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകുവാൻ ഈ ആരാധന കേൾക്കുന്ന കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളിലൂടെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി. പ്രിയ സഹോദരങ്ങളെ, ഈ ആരാധന കേൾക്കുന്ന എല്ലാ മക്കളും, നമ്മുടെ കുഞ്ഞുമക്കൾ, നമ്മുടെ ബന്ധത്തിലോ പരിചയത്തിലോ സൗഹൃദത്തിലോ ഉള്ള കുട്ടികൾ, പരീക്ഷ എഴുതുന്നവർ നമുക്കറിയാം. അല്ലെങ്കിൽ ആരും അറിയത്തില്ലാത്ത ധാരാളം കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ടല്ലോ. നമുക്ക് പരിചയമുള്ളവരാരുമില്ല എങ്കിൽ പോലും അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ കൃപ അവരിൽ നിറയട്ടെ. മക്കൾ പരീക്ഷയിൽ ടെൻഷൻ ഇല്ലാതെ പോയി പരീക്ഷ എഴുതട്ടെ. ഈശോയെ, ദീപികയുടെ നാഥ, ഇന്നത്തെ ഞങ്ങളുടെ നിയോഗം മുഴുവൻ ഇതാണ്. പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മേൽ അലിവായിരിക്കണമേ, അവരുടെ മേൽ കൃപയായിരിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഈശോയെ, നീ കൂടെ വേണം, കൈപിടിച്ചെന്നേ നടത്തണം. ഭയമെല്ലാം നീ മാറ്റിടണം, വിജയം എനിക്ക് നൽകണം. ഈശോയെ, നീ കൂടെ വേണം, ഉരുറക്കൻ ഹൃദയം വിളിക്കും. എല്ലാ വഴി നീ തന്നെ കാണിക്കേ, തടസ്സങ്ങൾ കാറ്റുപോലെ ചെറുക്കേ. ഈശോയെ, നീ കൂടെ വേണം, പതറുമ്പോൾ കൈത്താങ്ങായി നിൽക്കേ. കരഞ്ഞാലും ചിരിക്കുമ്പോഴും നിൻ സാന്നിധ്യം മായാതെ ഇരിക്കേ. വഴി കുരുങ്ങി നിൽക്കുന്ന വേളയിൽ, ഞാൻ തളർന്നു വീഴുന്ന നേരിൽ, നിന്നാമം ഞാൻ അലലിക്കരയും. വാർത്തനാദം നീ കേൾക്കണമേ, കണ്ണുനീർ തീർത്ത് ആശ്വാസം തരും നിന്റെ സ്വരം ഞാൻ കേൾക്കുമ്പോൾ. ഞാൻ കൂടെയുണ്ട് എന്നൊരു മുരളി, ഹൃദയതാളം ശാന്തമാകുമ്പോൾ. ഈശോയെ, നീ കൂടെ വേണം, ഒരു
ഹൃദയം വിളിക്കും. എല്ലാ വഴി നീ തന്നെ കാണിക്കേ, തടസ്സങ്ങൾ കാറ്റുപോലെ ചെറുക്കേ. ഈശോയെ നീ കൂടെ വേണം, പതറുമ്പോൾ കൈത്താങ്ങായി നിൽക്കേ. കരഞ്ഞാലും ചിരിക്കുമ്പോഴും നിൻ സാന്നിധ്യമായാതെ ഇരിക്കേ. ജ്ഞാനത്തിൻ ഉറവിടമാം ദൈവമേ, എൻ ബുദ്ധിയിൽ വെളിച്ചമായി വരേണമേ. ഓർമ്മയുടെ വാതിൽ തുറക്കാൻ നിന്റെ സ്പർശം ചാരണമേ. ഏകാഗ്രത മഴയായി വീണൻ ചിതം നനവോടെ നെടുവീർപ്പെടുമേ. പരീക്ഷ വേളയിൽ ഭയം തീർത്തു പക്കൽ നിന്നുറച്ചു താങ്ങണമേ. ഈശോയെ നീ കൂടെ വേണം, ഒരുറക്കൻ ഹൃദയം വിളിക്കും. എല്ലാ വഴി നീ തന്നെ കാണിക്കേ, തടസ്സങ്ങൾ കാറ്റുപോലെ ചെറുക്കേ. ഈശോയെ നീ കൂടെ വേണം, പതറുമ്പോൾ കൈത്താങ്ങായി നിൽക്കേ. കരഞ്ഞാലും ചിരിക്കുമ്പോഴും നിൻ സാന്നിധ്യം മായാതെ ഇരിക്കേ.